മിലിറ്ററി സദാനന്ദ് നീണ്ട കഥ അധ്യായം 22. മിലിറ്ററി സദാനന്ദ് എന്ന നീണ്ടകഥയുടെ അധ്യായം 1 മുതൽ 21 വരെ ഉള്ളവയുടെ സംഗ്രഹം ഓർമ്മിക്കുവാൻ വേണ്ടി താഴെ കൊടുക്കുന്നു. മിലിറ്ററിയിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങിയിട്ട് നാട്ടിൽ പോകുവാനായി ലുധിയാന റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നു. എന്നാൽ ചില കാരണങ്ങളാൽ അയാൾക്ക് അന്നത്തെ ട്രെയിൻ കിട്ടാതെ വരുന്നു. അതുകൊണ്ട് അയാൾ അന്നത്തെ രാത്രി അവിടെയുള്ള ലോഡ്ജിൽ താമസിക്കുന്നു. അയാൾ ഉറങ്ങാൻ കിടന്നപ്പോൾ കുറേ ഗുണ്ടകൾ ഓടിച്ച ഒരു മലയാളി പെൺകുട്ടി വന്ന് അയാളുടെ മുറിയുടെ വാതിൽ തട്ടിയിട്ട് അവളെ രക്ഷിക്കണേ എന്ന് പറയുന്നു. അയാൾ അവളെ സ്വന്തം സഹോദരിയെപ്പോലെ കരുതി രക്ഷിക്കുന്നു. ലക്ഷ്മി എന്നു പേരുള്ള അവളെ പലതും പറഞ്ഞ് വ്യാമോഹിപ്പിച്ച് ലുധിയാനയിൽ കൊണ്ടുവന്നത് ലത്തീഫ് എന്ന അയൽവാസിയാണെന്ന് അവൾ പറയുന്നു. അവനെയും ഗുണ്ടകളെയും അയാൾ കീഴ്പ്പെടുത്തി പോലീസിൽ ഏൽപ്പിക്കുന്നു. ലക്ഷ്മിക്ക് ലുധിയാനയിൽ താമസിക്കാൻ ഇടമില്ലാത്തതുകൊണ്ടും നാട്ടിൽ പോയി സ്വന്തം വീട്ടുകാരെ ഉടനെ എങ്ങും നേരിടാൻ വയ്യാത്തതുകൊണ്ടും അവൾ സദാനന്ദൻ്റെ വീട്ടിൽ പോകുന്നു. സദാനന്ദന് അമ്മയും അച്ഛനും 2 ഇളയ സഹോദരിമാരും ഉണ്ട്. അമ്മയ്ക്ക് സദാനന്ദനെ കൂടാതെ ലക്ഷ്മി കൂടെ ആ വീട്ടിൽ താമസിക്കാൻ വന്നതുകൊണ്ട് അവളെ സദാനന്ദൻ്റെ കല്യാണം കഴിച്ചിട്ടില്ലാത്ത സ്വമേധയാ പെൻഷൻ പറ്റിയവരും കുറച്ച് ദൂരെ താമസിക്കുന്ന കാർത്തിക എന്ന അപ്പച്ചിയുടെ വീട്ടിൽ താമസിക്കാൻ അവരോടൊപ്പം പറഞ്ഞയക്കുന്നു. കാർത്തിക എന്ന അപ്പച്ചി അവർക്ക് പണ്ടുണ്ടായിരുന്ന അവരുടെ പ്രേമബന്ധത്തെക്കുറിച്ച് ലക്ഷ്മിയോട് പറയുന്നു. ലക്ഷ്മി അപ്പോൾ അപ്പച്ചിയെയും കാർത്തിക് എന്ന ആ മാമനെയും തമ്മിൽ കല്യാണം കഴിക്കാൻ പ്രേരിപ്പിക്കുന്നു. അവൾ ആ മാമനെ ഫോണിൽ വിളിച്ച് അവർ 2 പേരും തമ്മിലുള്ള കല്യാണക്കാര്യം ചർച്ച ചെയ്യിക്കുന്നു. അങ്ങനെ അവരുടെ കല്യാണം രജിസ്റ്റർ ഓഫീസിൽ വെച്ച് നടക്കുന്നു. അതിനുശേഷം സദാനന്ദനുമായി ലക്ഷ്മിയുടെ വിവാഹം നടത്തുവാൻ കാർത്തികയും ശ്രമിക്കുന്നു. ലക്ഷ്മിയും സദാനന്ദും സഹോദരന്മാരാണ് എന്ന് സ്വയം വിശ്വസിക്കുന്നതുകൊണ്ട് അവർ 2 പേരും കല്യാണം കഴിക്കാൻ വിസമ്മതിക്കുന്നു. എന്നാൽ സൈക്കോളജി പഠിച്ചിട്ടുള്ള കാർത്തിക് അവർ 2 പേരുടെയും ഇടയിലുള്ള മാനസിക പ്രശ്നം മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നും അതിനായി ആദ്യം ലക്ഷ്മിയെ ഹിപ്നോട്ടൈസ് ചെയ്ത് അവളുടെ മനസ്സിൽ നിന്നും സദാനന്ദനെ സഹോദരൻ എന്ന സ്ഥാനത്ത് നിന്നും മാറ്റിയെടുക്കുന്നു. പിന്നീട് സദാനന്ദൻ്റെ മനസ്സിനെ മാറ്റിയെടുക്കുവാനായി ലക്ഷ്മിയും കാർത്തികയും കൂടി സദാനന്ദും അമ്മയും അച്ഛനുമെല്ലാം താമസിക്കുന്ന വീട്ടിൽ പോകുന്നു. ഈ കഥയുടെ 22-ാം അധ്യായം തുടർന്ന് വായിക്കുക. മിലിറ്ററി സദാനന്ദ് നീണ്ട കഥ അധ്യായം 22. കാർത്തിക്കും സദാനന്ദൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ സദാനന്ദ് വെളിയിൽ പോയിരിക്കുകയായിരുന്നു. സദാനന്ദൻ്റെ കല്യാണക്കാര്യത്തെക്കുറിച്ച് അയാളുടെ അപ്പച്ചി കാർത്തിക പറഞ്ഞു. ഇതുതന്നെയാണ് നല്ല സമയം. സദാനന്ദൻ ഇതുവരെയും പെണ്ണ് കാണാൻ പോയില്ലേ? സദാനന്ദൻ്റെ അച്ഛൻ രാമചന്ദ്രൻ കുറേ നാളുകളായി ഞങ്ങൾ പറയാറുണ്ട്. എന്നാൽ അവന് കല്യാണമേ വേണ്ടെന്നും പറയുന്നു. അതുകൊണ്ട് ഇതുവരെ എങ്ങും പോയില്ല. അപ്പോഴേക്കും സദാനന്ദൻ കയറി വന്നു. അയാൾ അപ്പച്ചിയെയും മാമനെയും കണ്ട് വന്നിച്ച ശേഷം ചോദിച്ചു, ആരുടെ കല്യാണക്കാര്യമാണ് സംസാരിക്കുന്നത്? സദാനന്ദൻ്റെ അച്ഛൻ, നിൻ്റെ തന്നെ. ഇവർ നല്ലൊരു ആലോചനയുമായി വന്നിരിക്കുകയാണ്. ഫോട്ടോ എന്നെ കാണിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താ നോക്കുന്നോ? സദാനന്ദൻ, അച്ഛനെ ഇഷ്ടപ്പെട്ടെങ്കിൽ അച്ഛൻ കിട്ടിയാൽ മതി. ഉടനെ അമ്മ രോഹിണി പറഞ്ഞു, എടാ അധികപ്രസംഗി, നിനക്ക് വേണ്ടെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞാൽ പോരെ? സദാനന്ദൻ, ഞാൻ കുറച്ച് നാളുകളായി പറയുന്നില്ലേ എനിക്ക് കല്യാണമൊന്നും വേണ്ടെന്ന്. പിന്നെ എന്തിനാ നിങ്ങൾ എനിക്ക് വേണ്ടി കല്യാണം ആലോചിക്കുന്നത്? അപ്പച്ചി ഉടനെ പറഞ്ഞു, ഒരു ആണായാലും പെണ്ണായാലും കല്യാണം അത്യാവശ്യമാണ്. ചെറുപ്പമാകുമ്പോൾ അതിൻ്റെ ആവശ്യകത മനസ്സിലായില്ല. ഞാനും അതുപോലെ അല്ലായിരുന്നു. എന്നാൽ വയസ്സായപ്പോഴാണ് കൂട്ടിനൊരാളുള്ളത് അത്യാവശ്യമാണെന്ന് തോന്നി തുടങ്ങിയത്. അതുകൊണ്ട് മോനും കല്യാണക്കാര്യം ഇനിയും വച്ച് താമസിപ്പിക്കരുത്. താമസിപ്പിച്ചാൽ കഴിഞ്ഞുപോയ ദിനങ്ങളൊന്നും തിരികെ കിട്ടില്ല. അത് ഓർമ്മ വേണം. കാർത്തിക പറഞ്ഞതാണ് ശരി. ഞങ്ങൾ 2 പേരും അതിൻ്റെ തിക്താനുഭവസ്ഥരാണ്. അതുകൊണ്ട് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടില്ലേ, ഏർലിയർ ദ ബെറ്റർ. പിന്നീട് അവരെല്ലാം ഉച്ചയൂണ് കഴിക്കുന്ന സമയത്ത് ലക്ഷ്മിയും സദാനന്ദനും എതിരായിട്ടായിരുന്നു ഇരുന്നത്. ലക്ഷ്മി പലപ്പോഴും ആരും കാണാതെ സദാനന്ദനെ നോക്കിക്കൊണ്ടായിരുന്നു ഊണ് കഴിച്ചിരുന്നത്. സദാനന്ദൻ വെറുതെ ഒരു വട്ടം നോക്കിയപ്പോൾ അവൾ ഊണ് കഴിക്കാതെ
അയാളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് കണ്ടത്. അപ്പോൾ സദാനന്ദ്, എന്താ ദിവാസ്വപ്നം കണ്ടുകൊണ്ടിരിക്കാതെ ചോറ് വാരി ഉണ്ണ്. സദാനന്ദ് ഇങ്ങനെ പറഞ്ഞു. അവൾക്കൊരു ചെറിയ ജാള്യത തോന്നി. പിന്നെ അവൾ കുറച്ചു നേരത്തേക്ക് മുഖമുയർത്താതെ കുനിഞ്ഞിരുന്ന് ഊണ് കഴിച്ചു. എല്ലാവരും ഊണ് കഴിച്ച് തീരാറായപ്പോൾ കാർത്തിക സദാനന്ദനോട് പറഞ്ഞു. കാർത്തികിന് സദാനന്ദനോട് കുറച്ചു നേരം സംസാരിക്കണമെന്നുണ്ട്. എന്താ, സമ്മതമല്ലേ? സദാനന്ദ്, സമ്മതമാണ്. ഇപ്പോൾ വേണമെങ്കിലും ഞാൻ തയ്യാറാണ്. കാർത്തിക, ഓ ഇപ്പോൾ വേണ്ട, ഊണൊക്കെ കഴിഞ്ഞ് സാവധാനം മതി. എല്ലാവരും ഊണ് കഴിഞ്ഞിട്ട് പോയി. സദാനന്ദ് കിടന്ന ശേഷമാണ് അയാളുടെ മുറിയിലേക്ക് കാർത്തികയും പോയത്. കാർത്തിക മുറിക്ക് വെളിയിൽ നിന്നപ്പോൾ കാർത്തിക് മുറിക്കുള്ളിൽ കയറി കഥ അടച്ചു. കാർത്തികിനെ കണ്ടപ്പോൾ സദാനന്ദ് എഴുന്നേൽക്കാൻ തുടങ്ങി. അപ്പോൾ കാർത്തിക് പറഞ്ഞു, വേണ്ട, കിടന്നോളൂ. ഞാൻ ചോദിച്ചാൽ അതിന് സത്യസന്ധമായ മറുപടി മാത്രം തന്നാൽ മതി. സദാനന്ദ്, തരാമല്ലോ. കാർത്തിക് മാനസിക വിശകലനം ചെയ്യാൻ തുടങ്ങുന്നതിൻ്റെ നാന്ദിയായി കുറച്ച് ആംഗ്യവിക്ഷേപങ്ങൾ കാണിച്ച ശേഷം പറഞ്ഞു, നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ട് ഇല്ലേ? സദാനന്ദ്, ഇല്ല, എനിക്ക് ഉറക്കമൊന്നും വരുന്നില്ല. കാർത്തിക് പല പ്രാവശ്യം സദാനന്ദനോട് നിങ്ങൾക്ക് ഉറക്കം വരുന്നു എന്ന് പറഞ്ഞിട്ട് തുടർന്ന് പറഞ്ഞു, അതുകൊണ്ട് കണ്ണുകളടച്ചോളൂ, നിങ്ങൾ ഇപ്പോൾ അർദ്ധബോധാവസ്ഥയിലാണ് എന്ന് പല പ്രാവശ്യം പറഞ്ഞപ്പോൾ സദാനന്ദ് അർദ്ധബോധാവസ്ഥയിലേക്ക് പതിയെ വഴുതി വീണു. അപ്പോഴേക്കും സദാനന്ദ് കാർത്തികിൻ്റെ മാനസിക ശക്തിയുടെ അധീനതയിലായി. അനന്തരം കാർത്തിക് സദാനന്ദനോട് കല്യാണത്തിൻ്റെ ആവശ്യകതയും വിവാഹത്തിൽ താല്പര്യം ഉണ്ടാക്കിയെടുക്കാൻ ഉതകുന്ന കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. പിന്നീട് ലക്ഷ്മിയെ സഹോദരിയായി കാണുന്നതിൽ നിന്നും സദാനന്ദൻ്റെ മനസ്സിനെ വ്യതിചലിപ്പിച്ച് ഒരു സ്ത്രീയായി കാണാൻ പ്രേരിപ്പിച്ചു. ഈ കാര്യങ്ങൾ സദാനന്ദൻ്റെ അബോധ മനസ്സിൽ നിറയ്ക്കാൻ ശ്രമിച്ചു. എന്നിട്ട് കുറേ നേരം സദാനന്ദനെ ശാന്തമായി ഉറങ്ങുവാൻ അനുവദിച്ചു. ഏതാണ്ട് അരമണിക്കൂറോളം സമയം കഴിഞ്ഞാണ് കാർത്തികിൻ്റെ ഹിപ്നോട്ടിക് ഉദ്യമം പൂർത്തിയായത്. അയാൾ മുറിക്ക് പുറത്തു വന്നപ്പോൾ അവിടെ സരോജവും സീമന്തിനെയും ലക്ഷ്മിയും കാത്തു നിന്നിരുന്നു. സദാനന്ദനെക്കുറിച്ച് പലതും അവരിൽ ഓരോരുത്തരും ചോദിക്കുമെന്ന് അറിയാമായിരുന്നു. അതിനാൽ കാർത്തിക് ഇപ്പോഴൊന്നും മിണ്ടരുതെന്ന് ആംഗ്യം കാണിച്ചു. സരോജത്തിന് ജിജ്ഞാസ കൂടുതലായിരുന്നതുകൊണ്ട് അവൾ കാർത്തിക്കിനോട് വളരെ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു, മാമ, ഏട്ടൻ കല്യാണത്തിന് സമ്മതിച്ചോ? കാർത്തിക് പതുക്കെ പറഞ്ഞു, അതൊന്നും ഇപ്പോൾ പറയാറായിട്ടില്ല. അപ്പോഴേക്കും അരമണിക്കൂർ കഴിഞ്ഞിരുന്നു. എന്നിട്ട് കാർത്തിക് എല്ലാവരോടുമായി പറഞ്ഞു, സദാനന്ദൻ ശാന്തമായി കുറച്ചു നേരം കൂടി ഉറങ്ങട്ടെ. അതിനുശേഷം ഞാൻ തന്നെ സദാനന്ദനെ ഉണർത്തിക്കോളാം. ഉണർന്നു കഴിഞ്ഞാൽ സദാനന്ദനോട് കല്യാണത്തെക്കുറിച്ച് ആരും ഒന്നും ചോദിക്കരുത്. എന്ത് ചോദിക്കണമെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞോളാം. സദാനന്ദൻ്റെ മറുപടി എന്താണെന്ന് ഒന്നുകിൽ ഒളിഞ്ഞു നിന്ന് കേൾക്കുകയോ അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞ് പിന്നീട് അറിയുകയോ ചെയ്താൽ മതി. അതുകൊണ്ട് ആരും ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തന്നെ എല്ലാവരും പിരിഞ്ഞുപോയി. ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞ് കാർത്തിക് മുറിക്കുള്ളിൽ കയറി കതക് ചാരി. എന്നിട്ട് അയാൾ സദാനന്ദനെ സാവധാനം ഉണർത്തി. അവരെ രണ്ടുപേരെയും വൈകുന്നേരത്തെ ചായ കുടിക്കാൻ വിളിക്കാനായി. അപ്പോഴേക്കും സീമന്തിനി അവിടെ എത്തി. അവർ അവിടെ എത്തിയപ്പോൾ രോഹിണി വൈകുന്നേരത്തെ ചായ തയ്യാറാക്കിയിരുന്നു. എല്ലാവരും ചായ കുടി കഴിഞ്ഞപ്പോൾ കാർത്തികയും ലക്ഷ്മിയും അവരുടെ വീട്ടിലേക്ക് പോകാനൊരുങ്ങി. എല്ലാവരോടും യാത്ര ചോദിച്ച ശേഷം മൂവരും കാറിൽ കയറി. വണ്ടി വിടാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും അന്യോന്യം കൈകൾ വീശിക്കാണിച്ചു. വീട്ടിലെത്തിയിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കാർത്തികേയൻ രാമചന്ദ്രന് ഫോൺ ചെയ്തു. കാർത്തികേയൻ പറഞ്ഞു, ഞങ്ങളിവിടെ എത്തിയിട്ട് അല്പനേരമേ ആയുള്ളൂ. യാത്രയൊക്കെ സുഖമായിരുന്നു. അവർ തമ്മിലുള്ള സൗഹൃദ സംഭാഷണം കുറച്ചു നേരം നീണ്ടു നിന്നു. അന്ന് രാത്രിയായപ്പോൾ അച്ഛനും സദാനന്ദനും സരോജവും സീമന്തിനെയും ഊണ് കഴിക്കാൻ ഇരുന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, മോനെ സദാനന്ദ, ഏതാണ്ട് 6 മാസങ്ങൾക്ക് മുമ്പ് നീ ജോലിസ്ഥലത്ത് ആയിരുന്നപ്പോൾ സരോജത്തെ കാണുവാൻ ഒരു കൂട്ടർ വന്ന കാര്യം അന്ന് നിന്നെ ഞാൻ അറിയിച്ചിരുന്നല്ലോ. ഞാൻ ഇന്ന് ഓഫീസിലായിരുന്നപ്പോൾ പയ്യൻ്റെ അച്ഛൻ എനിക്ക് ഫോൺ ചെയ്തു. പയ്യന് സരോജത്തെ ഇഷ്ടപ്പെട്ടെന്നും എപ്പോൾ വേണമെങ്കിലും കല്യാണത്തിന് തയ്യാറാണെന്നും പറഞ്ഞിരുന്നു. നിനക്ക് വിവാഹത്തോട് തീരെ താല്പര്യമില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് സരോജത്തിൻ്റെ കല്യാണം നടത്താം. എന്താ? സരോജം, അയ്യോ അത് പറ്റില്ല, ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞിട്ടേ ഞാൻ കല്യാണം കഴിക്കുന്നുള്ളൂ.
അച്ഛൻ. എന്നാൽ നിൻ്റെ കല്യാണം നടക്കാതിരിക്കാനാണ് സാധ്യത കൂടുതൽ.